നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പൂർവാധികം കരുത്തോടെ ഈ രഘുരാമ ചെട്ടിയാർ മടങ്ങി വരും. ഇപ്പൊ ഈ പറഞ്ഞ രേഖകളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞ തഞ്ചാവൂർ കഥ ഭാവനയല്ല, യാഥാർത്ഥ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് വിശ്വനാഥ, അന്നും ഉണ്ടാവണം നിന്റെ കഴുത്തിന് മുകളിലുള്ള ഈ തല. തലോടാനല്ല, തല്ലി ഉടയ്ക്കാൻ, ചെട്ടിയാർക്ക് തല്ലി ഉടയ്ക്കാൻ. വാമോളെ, വാടാ. എന്താ, നീ കൂടെ പോകുന്നില്ലേ? പോവാ. അതിനു മുമ്പ് ഒരാളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ താലി കെട്ടിയ പെണ്ണിനോട്. നീ പോരുന്നോ എന്റെ കൂടെ? എന്താടി, ചോദിച്ചു കേട്ടില്ലേ? നീ പോരുന്നോന്ന്? ഇല്ല, ഞാൻ എങ്ങോട്ടും ഇല്ല. $1500 കോടിയുടെ തിളപ്പായിരിക്കും അല്ലേ? അല്ല, ആത്മാഭിമാന ബോധത്തിന്റെ തിളപ്പ. അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കാൻ നാളെ ഉള്ളതുകൊണ്ടാ. അവനെന്താ വരുന്നില്ലേ? വരുന്നവര് വന്നാ മതി, നമുക്ക് പോവാം. പാണ്ഡിതുരേ, അയ്യാ, വാ പോവാ. അയ്യാ. വാ പോവാ. കേറുമോളെ. നിനക്ക് തൃപ്തിയായില്ലേ? മാണിക്യമംഗലത്തുകാർക്കിട്ട് അവസാനത്തെ ആണി അടിച്ചപ്പോ നിനക്ക് മനസമാധാനമായില്ലേ? ഇനി എന്തിനിവിടെ നിൽക്കുന്നത്? ഇറങ്ങി പൊയ്ക്കൂടെ? പോകാനല്ല ഞാൻ വന്നത്. പിന്നെന്തിനാടി ഇവിടെ കയറി പൊറുക്കാനോ? അതെ, പൊറുക്കാൻ തന്നെയാ തീരുമാനം. 1500 കോടിയില് 1/5 കൈവശമുള്ള ഞാൻ എന്തിനാ ഹോസ്റ്റലും വാടക വീട്ടിലും പോയി കഴിയുന്നത്? എനിക്ക് സുഖമായിട്ട് ഇവിടെ ജീവിച്ചൂടെ? പ്രത്യേകിച്ചും ഈ സ്വത്തുക്കളുടെ എല്ലാം പവർ ഓഫ് അറ്റണി ഞാനായിരിക്കുമ്പോ. എന്റെ കൂടെ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിവിടുന്ന് ഇപ്പോ ഈ നിമിഷം ഇറങ്ങിപ്പോവാം. ആരും തടയില്ല. വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ മലർക്കെ തുറന്നു കിടക്കുക. മതിയടി, നിർത്ത്. മഴയൊന്ന് കറക്കും വരെയുള്ളൂ മാനത്ത് കണ്ണിയുടെ തുള്ളല്.
അത് കഴിഞ്ഞാ വല്ല കാക്കയുടെയോ മാക്കയുടെയോ വയറ്റില്, അല്ലെങ്കിലേ ഒഴുക്കുവക്കിൽ വല്ലവരും തോർത്തു വിരിച്ച് കോരിക്കൊണ്ടൊക്കെ പൊയ്ക്കളയും. എന്ത് കണ്ടിട്ടാണ് നീ ഇങ്ങനെ കിടന്ന് നിഗളിക്കുന്നത്? പെണ്ണെന്നും പെണ്ണ് തന്നെയാടി. ആണിനോട് കൂട്ടിയാ കൂടില്ല. കൂട്ടാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താടി, എന്താ നോക്കി നിൽക്കുന്നേ? പോകുന്നില്ലേ? നീയല്ല ഇന്നു മുതൽ മാണിക്യമംഗലത്തെ ലീഗൽ അഡ്വൈസർ. അതാര് വേണോന്ന് ഞങ്ങൾ അധികാരികൾ 4 പേരും തീരുമാനിക്കും. വീഴ്ച നിൽക്കാതെ ഇറങ്ങിപ്പോടി നത്തുമോറി. 24 മണിക്കൂർ, വെറും 24 മണിക്കൂർ. അതിനു മുമ്പ് നിന്നെ എല്ലാം ഇവിടുന്ന് കെട്ടിക്കെട്ടിച്ച് ശുദ്ധികലശം നടത്തിയിരിക്കും ഞാൻ. ഇല്ലെങ്കിലേ എന്റെ പേര് മാണിക്യമംഗലത്ത് വിശ്വനാഥൻ എന്നല്ല. വാടാ. ചുമ്മാ വെറുതെ ഒരു ഭീഷണിയാ. കഥയിലെ പ്രധാന വില്ലനാണെന്നല്ലേ വൈപ്പ്. അപ്പോ എന്തെങ്കിലും ഒരു പഞ്ച് ഡയലോഗ് പറയാതെ എങ്ങനെയാ സീനറ്റിൽ പോകുന്നത്? മോശമല്ലേ? നമ്മള് കാര്യമാക്കണ്ട. എന്നാലും എന്റെ ഭയങ്കരി, ഇത്രയും വലിയൊരു രഹസ്യം ഇത്രയും കാലം നീ എങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചു? അപാര ചങ്കുറപ്പ് തന്നെ. പെണ്ണിന്റെ ചങ്കുറപ്പ് ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളു ചേച്ചി. സൃഷ്ടി മാത്രല്ല, സ്ഥിതിയും സംഹാരവും നമ്മളാ. അനാദിയായ ആദിപരാശക്തിയല്ലേ നമ്മള്. നമ്മൾ ഒന്നിച്ചു നിന്നാ ത്രിമൂർത്തികൾ പോലും സാഷ്ടാംഗം നമസ്കരിക്കില്ലേ? പെണ്ണേ നന്മയാകും പെണ്ണേ, ഈ വഴികൾ താണ്ടി ഉയരും പുതുജീവൻ നൽകും പെണ്ണേ, നന്മയാകും പെണ്ണേ, ഈ വഴികൾ താണ്ടി ഉയരും പുതുജീവൻ നൽകും പെണ്ണേ, നന്മയാകും പെണ്ണേ. എന്താ എന്താ ദേ അവിടെ ഒരു ചാക്കേട്ട്. ചാക്കേട്ടോ? അത് വല്ല കോഴി വേസ്റ്റ് ആയിരിക്കടാ, വല്ല ബംഗാളികളും കൊണ്ടുവന്നിട്ടായിരിക്കും. അല്ലടാ, അത് വേറെ ഏതാണ്ടാ. ആകെ ഒരു വശവശക്ക്. വാ നോക്കാം. വാ.
അഴിച്ചു നോക്കടാ. ആ